ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ കനകയും ഗോവിന്ദനും ആണെങ്കിൽ നന്ദുവിൻ്റെ അനിയുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നമ്മൾ അനി നിൽക്കുന്നത് കൊണ്ട് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയും കൂടെ പുറത്ത് വെച്ച് അവർ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഡാ നീ വിഷമിക്കാതിരി, എന്തായാലും ആ CA സാർ എന്തായാലും എൻ്റെ കഴുത്തിൽ അയാൾ താലി കെട്ടത്തില്ല, അതിന് ഞാൻ സമ്മതിക്കത്തതുമില്ല. നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഞാനും മുമ്പോട്ട് പോകും, നിന്നെ മനസ്സിലിട്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ എനിക്കാണെങ്കിൽ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും പിന്നെ കുറച്ചൊരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കുന്നത് നമ്മളെ സച്ചി സാറിനാണ് കേട്ടോ. സച്ചി സാറാണെങ്കിൽ നമ്മളെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അവിടെ അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ ആ പയ്യനെങ്ങാണോ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആനി വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇല്ലല്ലോ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ സച്ചി സാറാണെങ്കിൽ അവിടെ അങ്ങ് അഭിനയിച്ചാൽ നല്ല വിശ്വസ്തതയൊക്കെ ആവാൻ വേണ്ടി അങ്ങോട്ട് അങ്ങ് തകർക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ, ചില പെൺകുട്ടികൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നു കയറി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും സമാധാനവും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെയും അനിയാട്ടോ. അവരൊരു ജ്യൂസ് കടയിലൊക്കെ പോയിട്ട് അവർ ജ്യൂസൊക്കെ മേടിച്ചിട്ട് അവർ കിട്ടിയ അവസരം അവരങ്ങ് മുതലാക്കുന്നുണ്ട് കേട്ടോ. അവരങ്ങോട്ട് പിന്നെ ജ്യൂസുകളൊക്കെ അങ്ങോട്ട് പരസ്പരം കൈമാറിയൊക്കെ അവർ അങ്ങോട്ട് അവർ കിട്ടിയ അവസരം അവർ നല്ല ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.